നമസ്തേ മഹാഭാരതത്തിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷുകാരെ സേവിച്ച മനോനിലയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ മുക്തരായില്ലെന്ന് പ്രധാനമന്ത്രി. വയനാട്ടിൽ കേവലം ഒരു സീറ്റിനു വേണ്ടി നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം കോൺഗ്രസ് ചേർന്നെന്നും പ്രധാനമന്ത്രി കർണാടകയിൽ പറഞ്ഞു. ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സംവരണത്തെയും RSS പിന്തുണയ്ക്കുന്നു. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ സംഘം ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു. വോട്ടുകളുടെ പേരിൽ മുത്തലാഖിനെ അംഗീകരിക്കില്ലെന്ന് രാജ്നാഥ് സിംഗ്. കോൺഗ്രസിൻ്റെ ഡൽഹി ഘടകം അധ്യക്ഷൻ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസ് സഖ്യത്തിൽ പ്രതിഷേധിച്ചാണ് അർവിന്ദർ സിംഗ് ലൗലിയുടെ രാജി. ബ്രിട്ടീഷുകാരെ സേവിച്ച മാനസിക നിലയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ മുക്തരായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രീണനമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യവും ദൗത്യവും. വയനാട്ടിൽ ഒരു സീറ്റ് നേടുന്നതിനു വേണ്ടി നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം കോൺഗ്രസ് ചേർന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർണാടകയിലെ ബെലഗാവിയിലെ റാലിയിലായിരുന്നു പ്രധാനമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. നേഹയെ പോലുള്ള പെൺമക്കളുടെ ജീവൻ കോൺഗ്രസ് വിലമതിക്കുന്നില്ല. അവർക്ക് ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണെന്ന വിമർശനത്തോടെയാണ് കർണാടകയിലെ ബെലഗാവിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയ പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ അസ്ത്രങ്ങൾ തൊടുത്തത്. ഹുബ്ബള്ളിയിലെ കോളേജിൽ സഹപാഠിയായ ഫയാസിന്റെ കുത്തേറ്റ് നേഹ മരിച്ചത് ലവ് ജിഹാദാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവായ നേഹയുടെ അച്ഛന്റെ ആരോപണം. നിരോധിച്ച ദേശവിരുദ്ധ സംഘടനയായ PFIയെ കോൺഗ്രസ് വയനാട് സീറ്റിനായി ഉപയോഗപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. जिसने वोट के लिए PFI जो आतंकवाद को पनाह देने वाला देश विरोधी संगठन जिस पर मोदी सरकार ने प्रतिबंध लगा दिया है, ऐसे PFI आतंकी संगठन का चुनाव में मदद करने के लिए, उनकी मदद लेने के लिए वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो, उनके कारनामों का बचाव कर रहे हो. ബ്രിട്ടീഷുകാരെ സേവിച്ച മാനസിക നിലയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഇനിയും മുക്തരായില്ലെന്ന് കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ എടുത്തു കളഞ്ഞ നടപടിയെ വ്യക്തമാക്കി പ്രധാനമന്ത്രി പറഞ്ഞു. भारतीय न्याय संहिता ये कांग्रेस वाले मानसिक रूप से अंग्रेजों की गुलामी में ही जी रहे थे. वो इससे बाहर ही नहीं आ पा रहे थे. वो तिरंगा झंडा फहरा करके तो आजादी की बात करते थे, लेकिन हर कानून व्यवस्था में मन से अंग्रेजी की गुलामी को जी रहे थे. കോൺഗ്രസിന്റെ പ്രീണന നയം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോൾ ഹിന്ദു ഏകീകരണം ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ജനം, ഡൽഹി. സംവരണത്തിൽ നിലപാട് വ്യക്തമാക്കി RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സംവരണത്തെയും RSS പിന്തുണയ്ക്കുന്നു. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ സംഘം ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. സംവരണത്തെ RSS എതിർക്കുന്നുവെന്ന പേരിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോ സംബന്ധിച്ചുള്ള പ്രതികരണത്തിലാണ് സർസംഘചാലക് നിലപാട് വ്യക്തമാക്കിയത്. UPയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിൻ്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന് യോഗി ആദിത്യനാഥ്. വർഷങ്ങളോളം കോൺഗ്രസ് രാജ്യം ഭരിച്ചിട്ടും രാമക്ഷേത്രം സാധ്യമായില്ല. സമാജ്വാദി പാർട്ടി UP ഭരിച്ചെങ്കിലും ഇക്കാര്യം ആലോചിക്കുക പോലും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തങ്ങളുടേതു കൂടിയാണ് രാമക്ഷേത്രമെന്ന് പറയുന്നവർക്കൊന്നും 65 വർഷത്തിനിടെ അത് സാധ്യമായില്ല. സംസ്ഥാനം ഭരിച്ച സമാജ്വാദി പാർട്ടിക്ക് രാമക്ഷേത്രം എന്ന ആലോചന പോലും ഉണ്ടായില്ലെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. अयोध्या में रामलला 500 वर्षों के बाद वहां पे फिर से स्थापित हुए, उनकी पूर्ण प्राण प्रतिष्ठा हुई है. इसका श्रेय अगर किसी को जाता है तो मोदी जी को जाता है, मोदी जी को. आप सोचो, कांग्रेस को 65 वर्षों तक शासन करने का अवसर प्राप्त हुआ. समाजवादी पार्टी और बहुजन समाजवादी पार्टी को भी एक लंबे समय तक शासन करने का अवसर प्राप्त हुआ, लेकिन न जलेसर की सुध उन्होंने ली और न रामलला के मंदिर के बारे में ही उनको कुछ ही अता पता था. बल्कि लोग कहते थे, इन तीनों के वक्तव्य आपने सुने होंगे,
कांग्रेस ने तो कहा था कि राम तो हुए ही नहीं. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം പോലും നിരസിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ചരിത്രമാണ് രാമക്ഷേത്രമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. വോട്ടുകളുടെ പേരിൽ മുത്തലാഖിനെ മറ്റു പാർട്ടികൾ അംഗീകരിച്ചേക്കാമെന്ന് രാജ്നാഥ് സിംഗ്. എന്നാൽ BJPക്ക് അത് ബാധകമല്ല. മുത്തലാഖ് ഒഴിവാക്കുമെന്ന പ്രഖ്യാപനം BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. BJP മതാധിഷ്ഠിതമായി ജനങ്ങളെ വേർതിരിച്ചു കാണുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തന്നെ അടിസ്ഥാനരഹിതമാണ്. കൃത്യമായ ഭൂരിപക്ഷം ലഭിച്ചാൽ മുത്തലാഖ് ഇല്ലാതാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി BJP പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ BJPയെ അധികാരത്തിലേറ്റിയത്. വോട്ട് ബാങ്കിന്റെ പേരിൽ മുത്തലാഖിനെ അനുകൂലിക്കുന്ന പാർട്ടികൾ ഉണ്ടായേക്കാമെന്നും BJP അക്കൂട്ടത്തിലില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. शादी होने के बाद 3 बार तलाक 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 बोलकर आप उसकी छुट्टी कर देंगे. अन्य राजनीतिक पार्टियां वोट के चक्कर में इसे बर्दाश्त कर लें, लेकिन भारतीय जनता पार्टी इसे बर्दाश्त नहीं करने वाली थी और इसे समाप्त कर दिया. बहनों भाइयों, हम केवल सरकार बनाने के लिए राजनीति नहीं करते हैं, हम राजनीति करते हैं तो देश बनाने के लिए राजनीति करते हैं. यह है भारतीय जनता पार्टी का चरित्र. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും അവർ BJPക്ക് അമ്മയും സഹോദരിയും മകളുമാണ്. മുത്തലാഖ് പോലുള്ള സാമൂഹ്യ അനാചാരങ്ങൾ ഇനി രാജ്യത്ത് ഉണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. കോൺഗ്രസിന്റെ ഡൽഹി ഘടകം അധ്യക്ഷൻ രാജിവെച്ചു. ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസ് സഖ്യത്തിൽ പ്രതിഷേധിച്ചാണ് അർവിന്ദർ സിംഗ് ലൗലി രാജിവെച്ചത്. AICC അധ്യക്ഷൻ എഴുതിയ കത്തിൽ തന്റെ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അർവിന്ദർ സിംഗ് ലൗലി ഉന്നയിക്കുന്നത്. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് അരവിന്ദർ സിംഗ് ലൗലി AICC അധ്യക്ഷന് നൽകിയ 4 പേജുള്ള കത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. ഇതിൽ പ്രധാനം ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസ് സഖ്യമാണ്. പ്രവർത്തകരുടെയും PCC നേതൃത്വത്തിന്റെയും വികാരങ്ങളെ മാനിക്കാതെയാണ് AICC നേതൃത്വം സഖ്യ തീരുമാനം കൈക്കൊണ്ടത്. കനയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് മാത്രമാണ് ഡൽഹി ഘടകം അറിഞ്ഞത്. ഇന്ത്യ സഖ്യത്തിന്റെ ധാരണപ്രകാരം ഡൽഹിയിൽ കോൺഗ്രസിന് ലഭിച്ച 3 സീറ്റുകളിൽ 2 സംസ്ഥാന കോൺഗ്രസിന് പുറത്തുനിന്നുള്ളവരാണ് സ്ഥാനാർത്ഥികളെന്നും ലൗലി തന്റെ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഡൽഹിയിലെ 150 ബ്ലോക്കുകളിലും പാർട്ടി നിർജീവമാണ്. ഇതിന് കാരണം PCC നേതൃത്വത്തെ മുഖവിലക്കെടുക്കാതെ ബ്ലോക്ക് ഭാരവാഹികളെ തീരുമാനിച്ച നടപടിയാണ്. ഡൽഹിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപക് ബാബറി നടത്തുന്ന അനാവശ്യ കൈകടത്തലും രാജിക്ക് കാരണമായി അരവിന്ദർ സിംഗ് ലൗലി ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ PCC പ്രസിഡന്റ് പദത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ അരവിന്ദർ സിംഗ് ലൗലി വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമെടുക്കാനാകാതെ കോൺഗ്രസ്. രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഹൈക്കമാൻഡിന് വിട്ടു. അതേസമയം ഏത് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും മത്സരിക്കാൻ രാഹുലിനെ വെല്ലുവിളിച്ച് മറ്റു ചിലരും രംഗത്തെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെയാണ് കോൺഗ്രസ് അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കിയത്. എന്നാൽ ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ഇരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാധിക്കാതെ ആശയക്കുഴപ്പം തുടരുകയാണ്. 2019 അമേഠിയിൽ കനത്ത പരാജയം നേരിട്ടതുകൊണ്ട് തന്നെ രാഹുൽ അമേഠിയിൽ മത്സരിക്കാൻ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ല. രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഹൈക്കമാൻഡിന് വിട്ടത്. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാകാൻ പ്രവർത്തകർക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുലും പ്രിയങ്കയും മത്സരത്തിനിറങ്ങിയില്ലെങ്കിൽ UPയിൽ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയും നഷ്ടപ്പെടുമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട്. അതേസമയം അമേഠിയിൽ മാത്രമല്ല BJPയുടെ പ്രധാനപ്പെട്ട ഏത് നേതാക്കൾക്കെതിരെയും മത്സരിക്കാൻ രാഹുലിനെ വെല്ലുവിളിക്കുകയാണെന്ന് പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പ്രതികരിച്ചു. ജനം, ഡൽഹി. കോൺഗ്രസിനെ സംബന്ധിച്ച ഈ 2 വാർത്തകളുടെയും വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, സങ്കീർണമായൊരവസ്ഥയിലാണ് കോൺഗ്രസ് കടന്നുപോകുന്നതെന്ന് വ്യക്തമാണ്. UPയിലാണെങ്കിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. അതേസമയം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട് ആ അധ്യക്ഷൻ തന്നെ, അതായത് ഡൽഹി അധ്യക്ഷൻ തന്നെ രാജിവെച്ചിരിക്കുന്നു, കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ രാജിവെച്ചിരിക്കുന്നു. എന്താണ് ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത്? എന്താണ് കോൺഗ്രസിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്?
ഐസൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലിയാണ് ഇന്ന് രാജിവെച്ചിട്ടുള്ളത്. അതും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒപ്പം ആം ആദ്മിയുമായി ബന്ധപ്പെട്ടുള്ള സഖ്യത്തിലും അതൃപ്തിയും വിമർശനവും ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷന്റെ രാജി എന്നുള്ളത്. ഈ ഡൽഹിയിൽ ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മിയുമായുള്ള സഖ്യം വേണ്ട എന്നുള്ളത് അതത് സംസ്ഥാന കമ്മിറ്റികൾ, കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ സഖ്യമുണ്ടാക്കിയാൽ രാഷ്ട്രീയപരമായി തിരിച്ചടിയാകും ഉണ്ടാവുക. ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുള്ള നിലപാട് ഡൽഹി PCC ഘടകവും ഒപ്പം പഞ്ചാബ് ഘടകവും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ മുന്നണി എന്നുള്ള രീതിയിലാണ് ആം ആദ്മിയുമായി കൂട്ടുകൂടാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം നടത്തിയൊപ്പം പരിചയമില്ലാത്ത സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് ഡൽഹിയിൽ കെട്ടിയിറക്കി തുടങ്ങിയ വിമർശനങ്ങളാണ് ഏതായാലും ഡൽഹിയിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാജിവെക്കുമ്പോൾ ആ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ തീർത്തും ദോഷകരമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഡൽഹിയെ സംബന്ധിച്ച് 7 സീറ്റും കഴിഞ്ഞ തവണ BJP നേടിയെടുത്തതാണ്. ഇത്തവണയും 7 സീറ്റും നേടുമെന്നുള്ള BJPയുടെ പ്രഖ്യാപനത്തെ ഏതെങ്കിലും തരത്തിൽ ആം ആദ്മിയുമായുള്ള സഖ്യത്തിലൂടെ നേരിടാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പരിശോധിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി അധ്യക്ഷന്റെ രാജിയോടുകൂടി ഡൽഹിയിൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം UPയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അമേഠി റായ്ബറേലി ഈ 2 മണ്ഡലങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ അല്ലെങ്കിൽ കാലങ്ങളോളം കോൺഗ്രസ് പ്രതിനിധികൾ മാത്രം തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് എത്തിയിരുന്ന മണ്ഡലങ്ങളായിരുന്നു. അവിടെ 2019 അമേഠിയിൽ സ്മൃതി ഇറാനിയിലൂടെ അമേഠി മണ്ഡലം പിടിച്ചെടുക്കുകയും രാഹുലിന് അവിടെ കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ 2 മണ്ഡലങ്ങളിലും മത്സരിക്കാനില്ല എന്നൊരു തീരുമാനമായിരുന്നു നേരത്തെ നെഹ്റു കുടുംബം സ്വീകരിച്ചത്. അതായത് രാഹുലും പ്രിയങ്കയും 2 മണ്ഡലങ്ങളിലും മത്സരിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ വയനാട്ടിലും കേരളത്തിലും വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടിയാണ് ഈ 2 മണ്ഡലങ്ങളിലും രാഹുലും പ്രിയങ്കയും തന്നെ മത്സരിക്കണമെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയും അത്തരം ചർച്ചകൾ സജീവമാവുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ഈ 2 മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ, അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്കും സാധിച്ചിട്ടില്ല. അതോടുകൂടിയാണ് ഈ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും വിട്ടുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പിരിഞ്ഞിട്ടുള്ളത്. അതായത് ഈ 2 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ചുമതല ഹൈക്കമാൻഡിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി നൽകിയിട്ടുള്ളത്. അവിടെ അമേഠിയിൽ കഴിഞ്ഞ തവണ ഒരു കനത്ത പരാജയം ഏറ്റതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കാൻ ഒരു സമ്മതം രാഹുൽ പൂർണ്ണമായും അറിയിച്ചിട്ടില്ല. പക്ഷേ ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി ആവർത്തിച്ച് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ഈ 2 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, നെഹ്റു കുടുംബത്തിലെ നേതാക്കൾ മത്സരിച്ചില്ലെങ്കിൽ UPയിൽ നിലവിലുള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള റായ്ബറേലിയും നഷ്ടപ്പെടും. യാതൊരു തരത്തിലും മുൻപോട്ട് പോകാനാകില്ല. പ്രവർത്തകരുടെ ആവേശം ഇല്ലാതാകും എന്നുള്ളതാണ് ഉത്തർപ്രദേശ് PCC കമ്മിറ്റി നിരന്തരമായി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാഹുലും പ്രിയങ്കയും തന്നെ ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനോ പ്രഖ്യാപനത്തിലേക്ക് എത്താനോ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പവർ ഹൗസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ എന്ത് മുന്നേറ്റം അല്ലെങ്കിൽ എന്ത് നീക്കുപോക്ക് കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. 2019 80-ൽ 64 സീറ്റുകളും നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ റായ്ബറേലിയും പിടിച്ചെടുത്തുകൊണ്ട് 80-ൽ 80 നേടുമെന്ന വലിയ പ്രഖ്യാപനമാണ് ഉത്തർപ്രദേശിൽ BJP നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിലൂടെ ഉത്തർപ്രദേശിനും ഒപ്പം പരാജയഭീതിയെ തുടർന്ന് സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ച് സമാജ്വാദി പാർട്ടി. UPയിൽ ഇതിനകം 10 മണ്ഡലങ്ങളിലാണ് SP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയത്. അഖിലേഷിന്റെ ഈ നീക്കത്തിൽ സമാജ്വാദി പാർട്ടിയിൽ പ്രതിഷേധം ശക്തമാവുകയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തവണയും ഉത്തർപ്രദേശിൽ BJP വൻ മേധാവിത്വം നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UPയിലെ 80-ൽ 80 സീറ്റിലും BJP വിജയിച്ചാൽ അത്ഭുതം വേണ്ട. ഈ പശ്ചാത്തലത്തിലാണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിക്കുന്നത്. ആദ്യം മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് തന്നെ ഒടുവിൽ ജനവിധി തേടുന്നു. കനൌജിൽ ആദ്യം പ്രഖ്യാപിച്ച അനന്തരവൻ തേജ് പ്രതാപ് യാദവിനെ മാറ്റിയാണ് അഖിലേഷിന്റെ കടന്നുവരവ്.
മീററ്റ്, ബാഗ്പത്, ഗൗതം ബുദ്ധ നഗർ, ബുദ്വാൻ, മിസ്രഖ്, ബിജ്നോർ, സുൽത്താൻപൂർ, മൊറാദാബാദ് എന്നീ മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടി ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റി സംസ്ഥാനത്ത് ആഞ്ഞുവീശുന്ന BJP തരംഗത്തിനിടയിൽ 1-2 സീറ്റിലെങ്കിലും വിജയിക്കാനാണ് സമാജ്വാദി പാർട്ടിയുടെ ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ 64 സീറ്റുകളിൽ BJP വിജയിച്ചപ്പോൾ സമാജ്വാദി പാർട്ടി 5 മണ്ഡലങ്ങളിൽ ഒതുങ്ങി. മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടി 10ലും കോൺഗ്രസ് 1 സീറ്റിലുമാണ് വിജയിച്ചത്. ജനം, ഡൽഹി. യാദവ വിഭാഗത്തിൻ്റെതെന്ന് സ്വയം മേനിനടിക്കുന്ന പ്രസ്ഥാനമാണ് സമാജ്വാദി പാർട്ടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പക്ഷേ മുലായം സിംഗ് യാദവിൻ്റെ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റാരും ആ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുന്നില്ലെന്നും വിമർശനം. കുടുംബത്തിന് പുറത്ത് യാദവരില്ലേ എന്ന ചോദ്യം അമിത്ഷാ ഉന്നയിച്ചു. ഉത്തർപ്രദേശിലെ മെയിൻപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. कहती है कि हम यादवों के खैर ख्वाह। मैं आज यहां पर मैनपुरी की धरती पर बताने आया हूं, मुलायम सिंह जी मुख्यमंत्री बने या नहीं बने? अरे यार बोलो ना, बने या नहीं बने? उनके बाद में मुख्यमंत्री मुलायम सिंह जी का बेटा बना, उनके निधन के बाद सांसद उनकी बहू बनी, उसके बाद इस बार कन्नौज से खुद अखिलेश लड़ रहे हैं, मैनपुरी से डिंपल जी लड़ रही हैं, फिरोजाबाद से भतीजा अक्षय लड़ रहा है, बदायूं से आदित्य यादव लड़ रहा है, आजमगढ़ से धर्मेंद्र यादव लड़ रहा है। मैं ദക്ഷിണ ഭാരതത്തിൽ സ്ഫോടന പരമ്പരകൾ നടത്താൻ ഭീകര സംഘടനയായ IS പദ്ധതിയിട്ടതായി ദേശീയ അന്വേഷണ ഏജൻസി. ചാവേർ ആക്രമണത്തിനായി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചുവെന്നും കണ്ടെത്തൽ. കോയമ്പത്തൂർ ഉക്കടം സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഭീകരാക്രമണ പദ്ധതികൾ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. 2022 കോയമ്പത്തൂർ ഉക്കടം സ്ഫോടന കേസിൽ പ്രതി താഹ നസീറിനെതിരെ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ IS പദ്ധതിയിട്ടതായി ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര ഭീകര സംഘടനയായ IS തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി ചേർന്ന് ചാവേർ ആക്രമണം നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്തു. വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ജയിലിൽ കഴിയുന്നവരും പുറത്തിറങ്ങിയവരെയും ഉൾപ്പെടുത്തി പ്രത്യേക സംഘങ്ങളുണ്ടാക്കി. ഭീകരാക്രമണങ്ങൾക്കായി സ്ഫോടക വസ്തുക്കളുടെ ശേഖരണവും സാമ്പത്തിക സമാഹരണവും നടന്നുവെന്നും NIA കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചാവേർ ആക്രമണത്തിന്റെ ഭാഗമായാണ് കോയമ്പത്തൂരിൽ സ്ഫോടനം നടത്തിയ ജമേഷ് മുബീൻ കാറിനുള്ളിൽ പൊട്ടിത്തെറിച്ചത്. ഭീകരവാദ ബന്ധമുള്ള ഉമർ ഫാറൂഖ്, താഹ നാസർ എന്നിവരാണ് സ്ഫോടനത്തിന് സഹായിച്ചത്. ഭീകരവാദ സംഘടനകളുടെ പദ്ധതിയുടെ ഭാഗമായാണ് കോയമ്പത്തൂർ ഉക്കടം, മംഗലാപുരം, ബംഗളൂരു, രാമേശ്വരം കഫേ സ്ഫോടനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചെറിയ സ്ഫോടനങ്ങളും നടന്നതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. ജനം, ഡൽഹി. മഹാഭാരതം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും നാളെ കാണാം. നമസ്തേ.